മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ച് നേപ്പാൾ. മരണസംഖ്യ ഉയരുകയാണ്. 165 മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെത്തി. 142 ഇന്ത്യക്കാർ ഉൾപ്പെടെ 558 വിദേശികളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. മോശം കാലാവസ്ഥയും ഉയർന്ന ജലനിരപ്പും കാരണം രക്ഷാദൌത്യം ദുഷ്കരമാണ്. അപകട മേഖല നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ സന്ദർശിച്ചു. അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത് പുരോഗമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് 2000 സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ രക്ഷാദൌത്യത്തിനായി നേപ്പാളിലെത്തിയിട്ടുണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിലിപ്പോൾ രക്ഷാദൌത്യത്തിനുള്ള ഇന്ത്യൻ സംഘവും അവിടെയുണ്ട്. ഇന്ത്യക്കാരടക്കമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. നമുക്കിപ്പോൾ നൽകാവുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? അതിൽ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് അവിടുത്തെ കാലാവസ്ഥാ സാഹചര്യം. എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരം? കൂടുതൽ മരണം സ്ഥിരീകരിക്കുന്നു എന്നതാണ് സ്മൃതി ഇപ്പോൾ നേപ്പാളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുള്ളത് ഇപ്പോൾ കാഠ്മണ്ഡു എയർപോർട്ടിന് സമീപത്താണ്. അല്പസമയം കൂടി കഴിയുമ്പോൾ എംബസിയുമായി ബന്ധപ്പെടാനും കൂടുതൽ പേരുടെ പ്രതികരണങ്ങൾ ലഭ്യമാക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് 2000 സൈനികരെ വിന്യസിച്ചു എന്നതാണ് പുതിയ വാർത്തയായി വരുന്നത്. റസുവ, നുവാക്കോട്ട് ജില്ലകളിലാണ് കൂടുതൽ സേനയെ വിന്യസിച്ചിരിക്കുന്നത്. ഈ മലവെള്ളം റസുവ ജില്ലയിൽ കുത്തിയൊലിച്ച ശേഷം പല ഭാഗങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലായിടത്തും തിരച്ചിൽ നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. 123 പേരെ സേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചു വരുന്നുണ്ട്. ഇതിൽ 21 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മറ്റൊന്നാകട്ടെ, മരണം 160 പിന്നിട്ടിട്ടുണ്ട്. നേരത്തെ 95 രാവിലെ മരണം സ്ഥിരീകരിച്ചിരുന്നത്. ഇപ്പോഴിതാ കൂടുതൽ പേർ മരിച്ചു എന്ന കണക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം റസുവ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത്. 579 പേരെ കാണാതായി എന്ന് നേപ്പാൾ പോലീസ് സ്ഥിരീകരിക്കുന്നു. 750-ലധികം പേരെ കാണാതായി എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 142 ഇന്ത്യക്കാരടക്കം 466 വിദേശികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് റസുവ ജില്ലയും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗങ്ങളുമെല്ലാം ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ കൈലാസ യാത്രയുടെയൊക്കെ ഒരു പോയിന്റായി കണക്കാക്കപ്പെടുന്ന ഒരു ഭാഗമാണ്. അതുവഴി നിരവധി തീർത്ഥാടകർ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് എത്തിയിരുന്നു. ഇങ്ങനെയാണ് അവരെ കാണാതായത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേപ്പാളിലേക്ക് ഇന്ത്യയുടെ 2ാമത്തെ സഹായം എത്തുകയാണ്. ഇന്നലെ രാത്രി തന്നെ 1ാമത്തെ സഹായം എത്തിയിരുന്നു. എയർഫോഴ്സിന്റെ വിമാനത്തിൽ 10 ടൺ അവശ്യ സാധനങ്ങളും ഒപ്പം അവശ്യ മരുന്നുകളുമാണ് ആദ്യഘട്ടത്തിൽ എത്തിച്ചത്. ഇപ്പോഴിതാ 9 മണിയോടെ അവിടെ നിന്നും ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ട വിമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ കാഠ്മണ്ഡുവിൽ എത്തും എന്ന് കരുതുകയാണ്. 35 ടൺ അവശ്യ സാമഗ്രികളുമായാണ് എയർഫോഴ്സിന്റെ മറ്റൊരു വിമാനം കൂടി വരുന്നത്. ഹിൻഡൻ വ്യോമതാവളത്തിൽ നിന്നാണ് ഇത് പുറപ്പെട്ടത്. ഏതായാലും ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ നേപ്പാളിലേക്ക് വരുന്നു, സഹായവുമായി വരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ കാഠ്മണ്ഡു എയർപോർട്ടിന് തൊട്ടടുത്താണുള്ളത്. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടും മറ്റും കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാക്കാൻ കഴിയും എന്ന് നമ്മൾ റസുവയിലാണല്ലോ വ്യാപകമായ നാശനഷ്ടമുള്ളത്. അതിലിപ്പോൾ ഇതിലും ഏതായാലും സുരക്ഷിതമായ മേഖലയാണെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ പറയുന്ന എയർപോർട്ടിന്റെ ഭാഗത്ത് അവിടെ വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾക്കടക്കം അവിടേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളൊരു നല്ല കാര്യമാണ്. ഇപ്പൊ റസുവ ഇവിടെ നിന്നും എത്ര കിലോമീറ്റർ ദൂരെയാണ്? റസുവ ഇവിടെ നിന്നും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 8 മണിക്കൂറിലേറെ ദൂരമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസുവ ഇവിടെ നിന്നും മണിക്കൂറുകൾ ദൂരമുണ്ട്. അവിടെ എത്തി. ഇവിടെ മാത്രമല്ല, ഈ പാത ദുർഘടമുള്ള പാതയാണ്. അതുകൊണ്ട് ഈ കാഠ്മണ്ഡുവിൽ നിന്ന് റോഡ് മാർഗം അവിടേക്ക് എത്തുക ദുസ്സഹമാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത്. വ്യോമമാർഗം അവിടെ എത്തിച്ചേരുക, പ്രത്യേകിച്ച് ഹെലികോപ്റ്ററൊക്കെ കൊണ്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് കാണുന്നത്. മറ്റൊരു കാര്യം, കാഠ്മണ്ഡുവിൽ നിന്ന് ഈ റസുവ ഈ അപകടമുണ്ടായ ഭാഗത്തേക്ക് റോഡ് മാർഗം ഇപ്പോൾ എത്താൻ കഴിയില്ല എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ അറിയിക്കുന്നത്. ഒപ്പം പ്രാദേശിക ഭരണകൂടവും അറിയിക്കുന്നത്. ഇതിന് കാരണം റോഡുകൾ പലതും ഒലിച്ചു പോയിട്ടുണ്ട്. കിലോമീറ്ററുകൾ 50 കിലോമീറ്ററിലേറെ പല ഭാഗങ്ങളിലായി റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി എന്നുള്ളതാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ടതിന്റെ പ്രത്യാഘാതമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രധാനപ്പെട്ട റോഡുകളും ഈ കാഠ്മണ്ഡുവിൽ നിന്ന് റസുവയിലേക്ക് പോകുന്ന റോഡ് അടക്കം ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. അപകട സാധ്യതയുള്ളതുണ്ട്. ഇനിയും ഒരു പ്രളയം കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ചൈന നേരത്തെ നൽകിയിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഭോട്ടെക്കോശി നദി വരുന്ന ഭാഗത്ത് പ്രഭവ സ്ഥാനത്ത് ഒരു മഞ്ഞു തടാകമുണ്ട്. അത് പൊട്ടിയാൽ വീണ്ടും 2ാമതും വലിയ തോതിൽ ഒരു പ്രളയം, മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യം ഇന്നലെ രാവിലെയാണ് ഭോട്ടെക്കോശി നദിയിൽ കുത്തിച്ചുയർന്ന് ജലം ഉയർന്നു വന്നത്. അത് ചെറിയൊരു ഭൂചലനം ആ ഭാഗത്തുണ്ടായി. അങ്ങനെ മഞ്ഞുമലകളും കല്ലുകളും പാറക്കല്ലുകളും ഇടിഞ്ഞു വീണാണ് വലിയൊരു മിന്നൽ പ്രളയമായത് മാറിയതും ആ ഭാഗമാകെ നാശം വിതയ്ക്കുകയും ചെയ്തത്. ശരി, അതിൽ പാലോടും അതുൽ ചന്ദ്രനുമാണ് നേപ്പാൾ കാഠ്മണ്ഡുവിൽ എത്തിയിരിക്കുന്നത്. സുരക്ഷിതനായി തുടരുക. അതിൽ ഏതായാലും നേപ്പാൾ ആകെ ഭയാശങ്കയിലാണ്. മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത്, രക്ഷാപ്രവർത്തനവും ദുഷ്കരമാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്.